നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. മരിക്കാൻ പോവുകയാണെന്ന് അമ്മയ്ക്ക് ഫോണിൽ സന്ദേശം അയച്ചതിന് പിന്നാലെ കാസർഗോഡ് യുവതിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. കാസർഗോഡ് സ്വദേശിനി രഞ്ജേഷിന്റെ ഭാര്യ 21-കാരി നന്ദനയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഞായറാഴ്ച രാവിലെയാണ് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഏപ്രിൽ 26-നായിരുന്നു രഞ്ജേഷിന്റെയും നന്ദനയുടെയും വിവാഹം. പെരിയ ആയമ്പാറ വില്ലാരംപതി കൊള്ളിക്കാലിലെ കെ രവിയുടെയും സീനയുടെയും ഏക മകളാണ് നന്ദന. 4 മാസം മുമ്പാണ് ഇവർ വിവാഹിതരായത്. ഇരുവരുടെയും പ്രണയ വിവാഹമായിരുന്നു. വിവാഹത്തിന് മുൻപ് നന്ദന കാസർഗോഡ് ലാബ് ടെക്നീഷ്യനായി ജോലി ചെയ്തിരുന്നു. യുവതിയുടെ വീട്ടുകാർ മരണത്തിൽ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. വിവാഹശേഷം 4 മാസത്തിനകം ആത്മഹത്യ ചെയ്തത് ദുരൂഹമാണെന്നാണ് അവർ പറയുന്നത്. നിലവിൽ മേൽപ്പറമ്പ് പോലീസ് കേസെടുത്തു. ഞായറാഴ്ച പകൽ 11:30-നാണ് സംഭവം. താൻ മരിക്കാൻ പോവുകയാണെന്ന് നന്ദന അമ്മയുടെ ഫോണിൽ സന്ദേശം അയച്ചു. പിന്നാലെ വീട്ടുകാർ ഇക്കാര്യം നന്ദനയുടെ ഭർത്തൃ വീട്ടുകാരെ അറിയിച്ചു. അവർ എത്തി നോക്കുമ്പോൾ മുറിയുടെ വാതിൽ പൂട്ടിയ നിലയിലായിരുന്നു. തുടർന്ന് മുറിയുടെ വാതിൽ വീട്ടുകാർ ചവിട്ടിപ്പൊളിച്ചപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. RDO ബിനു ജോസഫ്, SI KN സുരേഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടത്തി. പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. ആത്മഹത്യയാണെന്ന് തന്നെയാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. എന്നാൽ ഇതിലേക്ക് വഴിവെച്ചതിൽ ശാരീരിക മാനസിക പീഡനമുണ്ടോ എന്നും പോലീസ് പരിശോധിക്കും.